പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7 തിങ്കൾ. പ്രധാന വാർത്തകൾ. മസ്കത്ത് ഗവർണറേറ്റിൽ കടകളിൽ മോഷണം നടത്തിയ 5 അംഗ സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവിധ സ്ഥലങ്ങളിലെ കടകളിൽ നിന്ന് പണം, മൊബൈൽ ഫോൺ, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ മോഷ്ടിച്ച സംഘത്തെയാണ് പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായി മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് അറിയിച്ചു. പരിശീലനത്തിനായി ഇന്ത്യൻ നാവികസേനയുടെ 3 കപ്പലുകൾ മസ്കത്ത് തീരത്തെത്തി. ഇന്ത്യൻ നാവികസേനയുടെ ഫസ്റ്റ് ട്രെയിനിംഗ് സ്ക്വാഡ്രന്റെ ഭാഗമായ ടീർ ഷാർദുൽ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് വീര എന്നീ കപ്പലുകളാണ് കഴിഞ്ഞ ദിവസം മസ്കത്തിൽ എത്തിയത്. ബുധനാഴ്ച വരെ ഒമാനിൽ തുടരുന്ന കപ്പലുകൾ റോയൽ നേവിയുടെ വിവിധ പരിശീലന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമുദ്രമേഖലയിൽ നിലവിലുള്ള പ്രതിരോധ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാകും ഈ പരിശീലനമെന്ന് ഇന്ത്യൻ നാവികസേന വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കടൽ സുരക്ഷയുടെയും പരസ്പര പ്രവർത്തനക്ഷമതയുടെയും വിവിധ വശങ്ങൾ, തുറമുഖ ഇടപെടലുകളും സംയുക്ത അഭ്യാസങ്ങൾ, ഇരു നാവികസേനകളും തമ്മിലുള്ള പരിശീലന കൈമാറ്റങ്ങൾ, പ്രൊഫഷണൽ ഇടപെടലുകൾ, സൗഹൃദ കായിക മത്സരങ്ങൾ എന്നിവയും പരിശീലന ഭാഗമായുണ്ടാകും. അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച സിലാൽ പഴം പച്ചക്കറി മൊത്ത വിതരണ കേന്ദ്രത്തിൽ തൊഴിൽ നിയമങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനയുമായി തൊഴിൽ മന്ത്രാലയം. തെക്കൻ ബാത്തിന ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗമാണ് മാർക്കറ്റിലെ വിവിധ സ്ഥാപനങ്ങളിലെത്തി പരിശോധന നടത്തിയത്. തൊഴിൽ നിയമങ്ങളും മന്ത്രാലയം തീരുമാനങ്ങളും പാലിക്കുന്നുവെന്നും സ്വദേശിവൽക്കരണത്തിന് അനുസൃതമായ നിയമങ്ങൾ നടപ്പിലാക്കുന്നുവെന്നും ഉറപ്പുവരുത്തുകയും പരിശോധനയുടെ ലക്ഷ്യമായിരുന്നു. അതേസമയം ഗസായിൻ സിറ്റിയിലെ സലാൽ പഴം പച്ചക്കറി മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ തുറന്നതോടെ സ്വദേശികൾക്ക് വലിയ തോതിൽ തൊഴിൽ അവസരങ്ങളാണ് ഇവിടെ തുറക്കപ്പെട്ടിരിക്കുന്നത്. പുതിയ സ്ഥാപനങ്ങൾക്കും സംരംഭങ്ങൾക്കും ഗസായിനിൽ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപം കടന്നുവരുന്നതിലൂടെ കൂടുതൽ സ്വദേശി യുവാക്കൾക്ക് അവസരങ്ങൾ ഒരുങ്ങുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഗസായിൻ സിറ്റിയിലെ റെസ്റ്റോറന്റുകൾ, കഫേകൾ, വെയർഹൗസുകൾ, ഡ്രൈ സ്റ്റോറുകൾ, മറ്റു കടകൾ തുടങ്ങിയ യൂണിറ്റുകളിലും സ്വദേശികൾക്ക് അവസരങ്ങൾ ലഭിക്കും. കോൾഡ് സ്റ്റോർ, സെൻട്രൽ കോൾഡ് സ്റ്റോറേജ്, ഓണിയൻ ഷെഡ്, പൊട്ടറ്റോ ഷെഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയെല്ലാം ഇതിനോടകം തന്നെ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ നിന്നുൾപ്പെടെ 50 ദശലക്ഷം റിയാൽ ചെലവിലാണ് ഗസായിൻ സിറ്റി പദ്ധതി പൂർത്തീകരിച്ചത്. പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഒമാൻ വിപണിയിൽ ലഭ്യമാക്കുന്നതിനോടൊപ്പം കയറ്റുമതി കേന്ദ്രമായി കൂടിയാണ് ഗസായിൻ മാർക്കറ്റ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായി ഒമാൻ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ആണ് പുതിയ സെൻട്രൽ മാർക്കറ്റ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കും. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇക്കണോമിക് സിറ്റിയുടെ വിവിധ തരത്തിലുള്ള കണക്ടിവിറ്റി സംവിധാനം മാർക്കറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സീപോർട്ട്, എയർപോർട്ട്, സമീപ മാർക്കറ്റുകൾ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്താം. വിശാലമായ ട്രക്ക്, കാർ പാർക്കിംഗ്, കോൾഡ് സ്റ്റോറേജ്, വെയർഹൗസ്, കസ്റ്റംസ്, കാർഷിക ലാബ് തുടങ്ങിയ സൗകര്യങ്ങളും സിറ്റിയുടെ പ്രത്യേകതയാണ്. ന്യൂനമർദത്തിന്റെ ഭാഗമായി ഒമാനിൽ ഇന്നും നാളെയും കനത്ത കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണം അറിയിച്ചു. തെക്ക് വടക്ക് ബാത്തിന, ബുറൈമി, ദാഹിറ, ദാഖ്ലിയ ഗവർണറേറ്റുകളിലാണ് ഇടിയോടുകൂടിയ മഴ പ്രതീക്ഷിക്കുന്നത്. അൽ ഹജർ പർവ്വതനിരകളിലും മഴ ലഭിക്കും. ഇന്ന് 20 മുതൽ 50 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മണിക്കൂറിൽ 28 മുതൽ 65 കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റ് വീശുക. പൊടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ ദൂരക്കാഴ്ചയെയും ബാധിച്ചേക്കും. അൽ ഹജർ പർവ്വതനിരകളിലും പരിസര പ്രദേശങ്ങളിലും ചൊവ്വാഴ്ചയും ഒറ്റപ്പെട്ട മഴ തുടരും. 5 മുതൽ 10 മില്ലിമീറ്റർ വരെ മഴ പെയ്യുമെന്നാണ് പ്രവചനം. മണിക്കൂറിൽ 28 മുതൽ 37 കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റ് വീശുക. വാദികൾ നിറഞ്ഞൊഴുകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ഒന്നിലധികം അപകട സാധ്യത സംബന്ധിച്ച മുൻകൂർ മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ പ്രകൃതിയിലെ മാറ്റങ്ങളും ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു വരികയാണ്. പ്രതീക്ഷിക്കുന്ന മഴ സംബന്ധിച്ചും അധികൃതർ വിലയിരുത്തുന്നുണ്ട്.
കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ബുള്ളറ്റിനുകളും റിപ്പോർട്ടുകളും പിന്തുടരണമെന്ന് കേന്ദ്രൻ പൗരന്മാരോടും താമസക്കാരോടും ആവശ്യപ്പെട്ടു. പ്രവാസം അവസാനിപ്പിച്ച് തിങ്കളാഴ്ച നാട്ടിലേക്ക് മടങ്ങാനിരുന്ന കോഴിക്കോട് സ്വദേശി ഒമാനിൽ നിര്യാതനായി. വടകര കരിമാനപ്പാലത്തെ വിനോദ് 59 വയസ്സ് ആണ് റോവിയിലെ താമസ സ്ഥലത്ത് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 8 വർഷത്തോളമായി ഒമാനിൽ എത്തിയിട്ട്. റോവി ഹോണ്ട റോഡിൽ ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പ്രവാസം അവസാനിപ്പിച്ച് ഇന്ന് രാത്രി 8 മണിയോടെ നാട്ടിലേക്ക് പോകാനിരുന്നതായിരുന്നു. പിതാവ് ഗോപാലൻ, മാതാവ് നാരായണി, ഭാര്യ സിന്ധു, മകൻ ഗോപു നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. സെമി സ്കിൽഡ് ജോലികളിലുള്ള പ്രവാസികൾക്ക് ഇനി ബിസിനസ് ലൈസൻസ് നൽകില്ലെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഇത്തരം പ്രവാസികൾക്ക് വിദേശ നിക്ഷേപ ലൈസൻസ് നൽകുന്നത് നിർത്തിവെക്കും. ഇവർക്ക് നിക്ഷേപമിറക്കി കമ്പനികൾ സ്ഥാപിക്കുന്നതിനുള്ള അവസരമാണ് എടുത്തുകളയുന്നത്. വ്യാജ വിദേശ നിക്ഷേപ ലൈസൻസ് അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് മന്ത്രാലയം നടപടി. അതേസമയം നിലവിൽ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് അവരുടെ തൊഴിലുടമ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വിദേശ നിക്ഷേപ ലൈസൻസിന് അപേക്ഷിക്കാൻ സാധിക്കും. സെമി സ്കിൽഡ് പ്രൊഫഷനുകളിൽ തൊഴിലെടുക്കുന്ന പ്രവാസികൾക്ക് നിക്ഷേപ വിലക്ക് ഏർപ്പെടുത്തുന്നതിലൂടെ വ്യാജ കമ്പനികളും നിക്ഷേപങ്ങളും തടയുകയാണ് സർക്കാർ ലക്ഷ്യം. ഇതുവഴി രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമാക്കുന്നതിനും മൊത്തത്തിലുള്ള നിക്ഷേപ അന്തരീക്ഷവും വ്യവസായ സാഹചര്യവും മെച്ചപ്പെടുത്തുന്നതിനും സാധിക്കും. വിദേശ നിക്ഷേപ ലൈസൻസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇൻവെസ്റ്റ് സർവീസ് സെന്റർ വഴിയോ 80000070 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ കൂടുതൽ വാണിജ്യ മേഖലകളിൽ വിദേശ നിക്ഷേപങ്ങൾക്ക് മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഗ്രോസറി സ്റ്റോറുകൾ, യൂസ്ഡ് വാഹനങ്ങളുടെ വിൽപ്പന, മൊബൈൽ കഫേ അടക്കം മലയാളികളടക്കം വലിയ തോതിൽ നിക്ഷേപം ഇറക്കുകയും സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന മേഖലകളിലാണ് ഏറ്റവും നിക്ഷേപം സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഒമാനി സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന് ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുകയാണ് സർക്കാരിന്റെ മുൻഗണന. തങ്ങളുടെ പദ്ധതികൾ സ്ഥാപിക്കുന്നതിന് ഒമാനികൾക്ക് ഇളവ് നൽകുന്നതും പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും പുതിയ നീക്കത്തിന്റെ ലക്ഷ്യമാണ്. പുതുതായി 28 വാണിജ്യ പ്രവർത്തനങ്ങളാണ് ഒമാനികൾക്ക് മാത്രമാക്കിയത്. ഇതോടെ വിദേശ നിക്ഷേപകരെ തടയുന്ന വാണിജ്യ പ്രവർത്തനങ്ങൾ 123 ആയി. ഇവയിൽ ഒമാനി നിക്ഷേപകരെ മാത്രമേ അനുവദിക്കൂ. നിയമമനുസരിച്ച് കമ്പനികളിൽ വിദേശികൾക്ക് 100% ഉടമസ്ഥാവകാശവുമുണ്ട്. അതേസമയം 2000-ലേറെ വാണിജ്യ വ്യവസായ പ്രവർത്തനങ്ങളിൽ വിദേശികൾക്ക് നിക്ഷേപിക്കാൻ ഇപ്പോഴും അനുവാദമുണ്ട്. എന്നാൽ ഇവ വിദഗ്ധ പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ ഇപ്പോൾ. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹം കാബൂറ വിലായത്തുകളിൽ കടകളിൽ മോഷണം. 2 പ്രദേശങ്ങളിലുമായി 5 കടകളിൽ മോഷണം നടന്നതായും പ്രതിയായ പൗരനെ അറസ്റ്റ് ചെയ്തതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. കടകളിൽ നിന്നും പണം മോഷ്ടിച്ച് കടന്നുകളയുകയായിരുന്നു. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയെന്നും പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഫ്രണ്ട്സ് ഓഫ് സുഹാർ മലയാളി കൂട്ടായ്മയുടെ 1ാം വാർഷിക ആഘോഷം സുഹാറിലെ ഒപ്പേറ ഗാർഡൻ ഫാം ഹൗസിൽ നടന്നു. പ്രസിഡന്റ് റോയി പി തോമസ് സ്വാഗതം പറഞ്ഞ് ആരംഭിച്ച വാർഷികാഘോഷ പരിപാടിയിൽ കേക്ക് മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ബദർ അൽ സമ ഹോസ്പിറ്റലിൽ റീജിയണൽ മാനേജർ മനോജ് കുമാർ, റഫീഖ് പി, ഇല്യാസ് മുഹമ്മദ് എന്നിവർ ആശംസകൾ നേർന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.